നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു കാര്യം ബൾക്കിൽ കണ്ടെയ്നർ കണക്കിന് എക്സ്പോർട്ട് ചെയ്യും, ലാഭം ഉണ്ടാക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരു എക്സ്പോർട്ട് മേഖലയുണ്ട്. അതാണ് ഇ കൊമേഴ്സ് എക്സ്പോർട്സ്. ഇ കൊമേഴ്സ് എക്സ്പോർട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാക്കറ്റുകളായിട്ട് ഫോറിനിലെ കൺസ്യൂമേഴ്സിന് നേരിട്ട് അയച്ചു കൊടുക്കുന്നു. ഇത് നേരിട്ട് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ എത്തിക്കുന്നു എന്നൊരു സംശയം വരാം. ഇത് ഒരു കൊറിയർ കമ്പനി വഴി അല്ലെങ്കിൽ ഒരു സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മളിത് വിടുന്നത്. ഇതിന് ചില മെച്ചങ്ങളുണ്ട്. പേയ്മെന്റിനെ കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട. മിക്കവാറും പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇത് ഷിപ്പ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിന് പേപ്പർ വർക്ക് കുറവാണ്. കമ്പയർഡ് ടു ബൾക്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ പേപ്പർ വർക്കും കുറവാണ്, റിസ്ക്കും കുറവാണ്. പിന്നെ ഇന്ത്യയിലെ ഏത് ഇന്റീരിയർ പ്ലേസ് ഇരുന്നുകൊണ്ട് നമുക്കിത് മാനേജ് ചെയ്യാം. കാരണം കൊറിയർ കമ്പനിയിൽ അവർ വന്ന് പിക്ക് ചെയ്യും, അവർക്ക് കൊടുത്താൽ മതി, അവർ ഗുഡ്സ് എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒത്തിരി മെച്ചങ്ങളുണ്ട് ഈ മേഖലയ്ക്ക്. ഇതുകൊണ്ട് തന്നെ ഈ മേഖല നോർമലി ഉള്ള ബൾക്ക് എക്സ്പോർട്സിനേക്കാളും വളർച്ച നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തെ എക്സ്പോർട്സ് കൂടുതലായിട്ടുള്ളത് 12%. അതായത് 12% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഇ കൊമേഴ്സ് എക്സ്പോർട്സ് കാണിച്ചിട്ടുള്ളത്. അതേസമയം നോർമൽ എക്സ്പോർട്സ് 6% അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇ കൊമേഴ്സ് എന്തുകൊണ്ട് വളരുന്നു എന്നുള്ളത് ഏകദേശം ഇപ്പൊ നമുക്കൊരു ഐഡിയ ആയി. അതായത് പേപ്പർ വർക്ക് കുറവാണ്, ഇന്റീരിയറിൽ നിന്ന് ചെയ്യാം, റിസ്ക് കുറവാണ്, ഇതൊക്കെയാണ്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ചെറിയ പാക്കറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഭം കിട്ടുമോ? എങ്ങനെ ഇത് വർക്ക് ചെയ്യും? കണ്ടെയ്നർ ചെയ്താലേ ലാഭം കിട്ടുള്ളൂ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല തുള്ളി പെരുവെള്ളം. അതായത് എല്ലാ ദിവസവും കുറച്ച് പാക്കറ്റുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ ഒരു മാസക്കണക്കോ ഒരു വർഷക്കണക്കോ എടുക്കുമ്പോൾ എത്ര രൂപയുടെ എക്സ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെയധികം സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. അതായത് ചൈന കഴിഞ്ഞ 10-20 വർഷമായിട്ട് വളർന്നു വരുന്ന സമയത്ത് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് മറ്റു രാജ്യങ്ങളിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇപ്പോഴും ഉണ്ട്. ആ കാലത്ത് അവർ ചെയ്തിരുന്ന അവർക്ക് ചില കമ്പനികൾ ഇ കൊമേഴ്സിലേക്ക് വന്നു, ഇ കൊമേഴ്സ് എക്സ്പോർട്സിലേക്ക് തന്നെയായിട്ട് വന്നു. അങ്ങനെയുള്ള കമ്പനികൾ ഇ കൊമേഴ്സ് ആയിട്ട് യൂറോപ്പിലേക്കും US-ലേക്കും ഒക്കെ കൊറിയറിൽ പ്രോഡക്ട്സ് ഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ പ്രോഡക്റ്റുകൾ ഇപ്പം മിക്കവാറും യൂറോപ്പിൽ US-ലുള്ള ആളുകൾ ചൈനയിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഓൺലൈൻ സ്റ്റോർ വഴി. ഇപ്പം നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ അത്ര ലാഘവത്തോടുകൂടി യൂറോപ്പിൽ US-ലും ചൈനീസ് പ്രോഡക്റ്റുകൾ ചൈനീസ് ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അവർ കോസ്റ്റ് പല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. മാനേജ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് ഒരു റേറ്റ്, പതുക്കെ വേണ്ടവർക്ക് വേറെ റേറ്റ്. കാരണം ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കൊറിയർ കമ്പനി വഴിയായിരിക്കണം കിട്ടുന്നത്. പതുക്കെയാണ് കിട്ടുന്നെങ്കിൽ പതുക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പതുക്കെ എത്തിക്കുന്നവർ മതി, അതിന്റെ കോസ്റ്റ് ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയൊക്കെ അവർ ആ ചോയ്സ് കസ്റ്റമറിന് കൊടുത്തുകൊണ്ടാണ് അവരത് മാനേജ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനികളൊക്കെ തന്നെ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് മെഗാ സ്കെയിലിലേക്ക് അങ്ങ് വളർന്നു. ഇപ്പം ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് വലിയൊരു ഡിമാൻഡ് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, അതായത് ഇ കൊമേഴ്സ് എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇതിലൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ വളരെ ഒരു സൈസിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണിത്. പിന്നെ ഇ കൊമേഴ്സ് എക്സ്പോർട്സിന്റെ വളർച്ച കണ്ടിട്ട് ഗവൺമെന്റും ഇതിനു വേണ്ടുന്ന ആനുകൂല്യങ്ങൾ, ഇതിനുവേണ്ടി പ്രത്യേക റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല സ്കീമുകൾ ഇതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തിടയ്ക്ക് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഇ കൊമേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി കൊടുക്കും. അതായത് അവർക്ക് പ്രോഡക്റ്റ് മേടിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി കൊടുക്കും. ഇത് ഒരു 2 വീക്സ് ആയിട്ടുള്ള ഈ ഒരു ഡിസിഷൻ വന്നിട്ട് അതുകൊണ്ട് തന്നെ പ്രാബല്യത്തിൽ വരാൻ 1-2 മാസം എടുത്തെന്നിരിക്കാം. അപ്പൊ എന്താണേലും ഇങ്ങനെ ഒരു മേഖല വന്നിട്ടുണ്ട്. എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഇത് വളരെ കാര്യമായി ഒരു ഗൗരവത്തോടുകൂടി ചിന്തിക്കാവുന്ന ഒരു മേഖലയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു സക്സസ് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.